പിന്നെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ തന്നെ വേറൊരു വെറൈറ്റി കൂടെ ഉണ്ട്, ബാംഗ്ലൂർ സ്റ്റോൺ നാച്ചുറൽ ഫിനിഷ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനം എന്ന് പറയുന്നത് ബാംഗ്ലൂർ സ്റ്റോണിന്റെ നാച്ചുറൽ ഫിനിഷ് ആണ്. ഇതാണ് ബാംഗ്ലൂർ സ്റ്റോണിന്റെ നാച്ചുറൽ ഫിനിഷ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് നാച്ചുറൽ സ്റ്റോണിനകത്ത് വരുന്നതാണ്. കാണുമ്പോൾ നമുക്ക് തനിയായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ പക്ക സ്റ്റോൺ തന്നെയാണ്. നമുക്ക് ഗാർഡനകത്ത് ഇതുപോലെ തന്നെ 2x2 സൈസ് ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ്. ഓക്കെ, പിന്നെ നമ്മൾ നിൽക്കുന്നത് പോണ്ടിച്ചേരി പെബിള്. ഇവിടെ നമുക്ക് ഈ കാണുന്ന മെറ്റീരിയലൊക്കെ ആയിട്ടാണ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷഹാസ്. വെബ്ജർ മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തിരുവഞ്ചൂരുള്ള വിശ്വാസ് സ്റ്റോൺ മാക്സിലാണ്. ഇവിടെ നാച്ചുറൽ സ്റ്റോൺസിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോയും കൂടിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ഇതേപോലെ പെബിൾസും നാച്ചുറൽ സ്റ്റോൺസും ഒക്കെ ആയിട്ട്. ഇതിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റ് തരാനുണ്ടോ എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചയിലേക്ക് പോകാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇത് കോട്ടയം തിരുവഞ്ചൂരുള്ള വിശ്വാസ് സ്റ്റോൺ മാക്സ് ആണ്. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇന്ന് വളരെയധികം ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നാച്ചുറൽ സ്റ്റോണുകൾ. വീട് പണിയുമ്പോൾ അതിൻ്റെ അകത്തളവും പുറംഭംഗിയും ഒരേപോലെ മൂടി കൂട്ടുവാനായിട്ട് നാച്ചുറൽ സ്റ്റോണുകൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പിച്ച വിലക്കുറവിൽ നാച്ചുറൽ സ്റ്റോണുകൾ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള നാച്ചുറൽ സ്റ്റോണുകളാണ്. അപ്പം വീടിനകത്തുള്ള വാളുകൾക്ക് മാത്രമല്ല, അപ്പം പുറംഭാഗവും ഈ വ്യത്യസ്തമായ രീതിയിൽ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തമായ നാച്ചുറൽ സ്റ്റോണുകളുടെ ഒരു വമ്പൻ ശേഖരവുമായിട്ട് വിശ്വാസ് സ്റ്റോൺ മാക്സ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. നമുക്കിനി ബാക്കിയുള്ള വീഡിയോയിലേക്ക് പോവാം. വിശ്വാസ് ഇന്റീരിയറിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഡിസൈൻ ആയിട്ട് കുറെ മോഡൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ പില്ലറയിലൊക്കെ ഒട്ടിക്കാൻ പറ്റിയ കുറെ ഇതെല്ലാം നാച്ചുറൽ ക്ലാഡിംഗ് സ്റ്റോണുകളാണ്. അതിന്റെ പല ഡിസൈനാണ്. അപ്പൊ നമുക്ക് വാൾട്ടൈലിനും മറ്റുമൊക്കെ ക്ലാഡിംഗ് സ്റ്റോണുകൾ ഉപയോഗിക്കാനായിട്ട് അതിന്റെ പല ഡിസൈൻ വെറൈറ്റികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോൺസിന്റെ തന്നെ മറ്റൊരു വകഭേദമാണ് ഈ ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുന്നത്. വീടിന്റെ പുറംഭാഗത്ത് നമുക്ക് ഈ തൂണുകൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിലേ ഉള്ളൂ നമുക്ക് ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യക്തത വരത്തുള്ളൂ. നാച്ചുറൽ ആണല്ല, ഇപ്പം കണ്ടോ സ്റ്റോൺസ് അത് കറക്റ്റ് ലെവലായിട്ട് വെട്ടി വെച്ചിരിക്കുന്നു. ഇത് വേറൊരു മോഡലാണ്. പോളിഷ് ചെയ്തു വരുന്ന കുറെ ഇന്റീരിയറും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇനി ഇവിടുത്തെ ആ ചേട്ടനോട് തന്നെ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ നാച്ചുറൽ ക്ലാഡിംഗ് ആണോ? എല്ലാം നാച്ചുറൽ സ്റ്റോൺ മാത്രമേ ഉള്ളൂ. സാറിന്റെ പേരെന്ന് പറയാം. ഇവിടെ നമുക്ക് സെയിൽസിലാണ്, സെയിൽസിന്റെ കാര്യങ്ങളെല്ലാം സാറിന്. ഇവിടെ നമുക്ക് ഈ കാണുന്ന മെറ്റീരിയലൊക്കെ നമുക്ക് വീട്ടിനകത്തേക്കുള്ള സാധനമാണ്. അകത്തേക്ക് ഒട്ടിക്കുന്നതാണ് നല്ലത്. ബാക്കി ഇപ്പൊ നമുക്ക് എക്സ്റ്റീരിയർ ചെയ്യാവുന്ന സാധനങ്ങളാണ്. രാജസ്ഥാൻ ഐറ്റംസ് ആണ് ഇതെല്ലാം. വേറെ ഐറ്റംസ് ഉണ്ട്. സ്ക്വയർ ഫീറ്റ് ആയിട്ട് മെഷീനിൽ ഒട്ടിച്ച് വന്നിരിക്കുന്നതാണ്. ഒരു പീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഫീറ്റ് ആണ്. പീസ് ഒരു സ്ക്വയർ ഫീറ്റ് ആണ്. റെക്ടാംഗിൾ ഷേപ്പിൽ 54 24 നീളം 6 വീതിയിൽ നമുക്ക് ചെയ്ത് ഒട്ടിച്ച് വന്നിരിക്കുന്ന സാധനമാണ്. അത് നമുക്ക് അതുപോലെ തന്നെയാണ് ഭിത്തിയിലോട്ട് പേസ്റ്റ് ചെയ്യുന്നത്. പേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഗമ്മോ ടൈൽ ഗമ്മോ അല്ലെങ്കിൽ സിമെന്റോ എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഗമ്മാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം സ്റ്റോൺ കട്ടിയുള്ള പെട്ടെന്ന് പേസ്റ്റ് ആകാൻ ഏറ്റവും നല്ലത് ഗമ്മാണ്. സിമെന്റ് ആണെങ്കിൽ പേസ്റ്റ് ആകാൻ സമയം എടുക്കും, അതേ ഉള്ളൂ. ശരിക്കും നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. സ്റ്റോൺ തന്നെ ഇതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ് ഉള്ളത്. അപ്പുറത്ത് വേറെ ഒട്ടിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ ഇതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആകുമ്പോൾ ശരിക്കും പോളിഷ് ചെയ്തിടുന്നതാണ് നല്ലത്. ഇതൊക്കെയാണ് നമുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്? നമുക്ക് ക്ലാഡിംഗ് റേറ്റ് നമുക്ക് സ്ക്വയർ ഫീറ്റ് 45 രൂപ മുതൽ സ്റ്റാർട്ടിംഗ്. രാജസ്ഥാനിൽ വരുന്നത് കുറച്ചുകൂടെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ രാജസ്ഥാൻ ജയ്സൽമർ സ്റ്റോൺ ആണ്, സാൻഡ് സ്റ്റോൺ എന്ന് പറയും. ഇതാണ് ശരിക്കും നമുക്ക് ഇന്റീരിയർ, അതുപോലെ കോട്ടിയാട്, പ്രയർ യൂണിറ്റ്, TV വാള് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇങ്ങനെയുള്ള സ്റ്റോണുകളാണ്. ഇതിന്റെ തന്നെ ചെറിയ പീസുകളും ഉണ്ട്. ഈ കളറിന്റെ തന്നെ ചെറിയ പീസുകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് പില്ലറയിലും ഭിത്തിയിലും എല്ലാം കൊടുക്കാം. റേറ്റ് വ്യത്യാസമുണ്ട്. സ്ക്വയർ ഫീറ്റ് ആയിട്ട് വരുന്നത് പീസ് വരുന്നത് തമ്മിൽ റേറ്റ് വ്യത്യാസം. ഈ സ്റ്റോണുകളാണ് സാധാരണ നമുക്ക് ആന്ധ്രയിൽ നിന്ന് വരുന്ന സ്റ്റോണുകളാണ്. ഇത് ബുച്ചിങ് സ്റ്റോൺസ് എന്ന് പറയും. ഈ ബുച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ ബുച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ബുച്ചിങ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് സ്റ്റോണിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. ആന്ധ്ര സ്റ്റോൺസ് ആണ്. ഇത് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് 45 രൂപയാണ് ഇതിനെല്ലാം റേറ്റ് വരുന്നത്. ഇതിന് തന്നെ പല കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, ചോക്ലേറ്റ്, പിങ്ക്, ഗ്രേ, കോപ്പർ, അങ്ങനെയുള്ള പല ഷെയ്ഡുകളുണ്ട്. അതിന്റെ തന്നെ പല സൈസുകളും ഉണ്ട്. ഇതിപ്പോ ഇത് 4 ഇഞ്ചാണ്. ഇതിപ്പോ ഒരടി 4 ഇഞ്ച് വീതി വരുന്നു. ഇതിപ്പോ വരുന്നത് അതിന്റെ നേർപകുതി ഒരടി 2 ഇഞ്ച് വരുന്നു. അതിന്റെ തന്നെ പല ഷെയ്ഡുകൾ, ഗ്രേ, ബ്ലാക്ക്, ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഭിത്തി, പില്ലർ ഇങ്ങനെയെല്ലാം ചെയ്യാവുന്ന സാധനങ്ങളാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്യാം.
ഇതിപ്പോ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല. ഇത് അതിന്റെ പക്ക നാച്ചുറൽ കളറാണ് സ്റ്റോണിന്റെ പേര്. പക്ഷെ ഇപ്പുറത്തോട്ട് മാറുമ്പോഴത്തേന് ഈ കളർ ഡാർക്കായി. ഇവിടെ നമ്മൾ സ്റ്റോൺസ് ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതെല്ലാം സ്റ്റോൺ ഇതേ ശരിക്കും പറഞ്ഞാല് സ്റ്റീലർ ചെയ്യുന്നതാണ് നല്ലത്. എക്സ്റ്റീരിയർ ആകുമ്പോൾ ശരിക്കും സ്റ്റീലർ ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇവിടെ ഡിഫറൻസ് അറിയാൻ പറ്റും. നമ്മൾ ശരിക്കും ബ്ലാക്ക് ആണ്, കടപ്പ സ്റ്റോണിന്റെ ക്ലാഡിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്ത് കഴിയുമ്പോഴത്തെ ഡിഫറൻസ് ആണ് ഇവിടെ കാണുന്നത്. കമ്പനി എല്ലാവരും എക്സ്റ്റീരിയർ ആണെങ്കിൽ ചെയ്തിരുന്നതാണ് നല്ലത്. അതിന് തന്നെ സൈസ് വലുപ്പം ഉള്ളതുകൊണ്ട് 6 ഇഞ്ചിന്റെ മോഡലുണ്ട്. ഇതിപ്പോ 4 ഇഞ്ച്, 2 ഇഞ്ച്, 6 ഇഞ്ച്, അങ്ങനെ 3 ടൈപ്പിലാണ് ഇത് വരുന്നത്. ഇനി പലതരം നാച്ചുറൽ പെബിൾസ് സ്റ്റോണുകൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിലേക്ക് കയറുന്ന ഭാഗമൊക്കെ കൂടുതൽ ഭംഗിയാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അത് കാണാം. ഇതൊക്കെ നമ്മുടെ പെബിൾസ് ആണ്. അപ്പൊ ഇതിനകത്ത് പോളിഷ് ചെയ്ത പെബിൾസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പെബിൾസ് ഇതൊക്കെ വരുന്നുണ്ട്. നമുക്കെല്ലാം കാണാം. എല്ലാം നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ഈ പുഴക്കല്ലുകൾ എന്ന് പറയല്ലേ, അത് മെഷീനിലിട്ട് പോളിഷ് ചെയ്ത് എടുക്കുന്നതാണ്. ഇങ്ങനെ കുറേ സ്റ്റോൺസ് വരുന്നുണ്ട്. ഇത് മാർബിൾ പെബിൾസ്, അതേപോലെ തന്നെ നമുക്ക് ഈ ഗ്ലാസ് പെബിൾസുകളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം സാമ്പിൾസ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് ഇവരുടെ സ്റ്റോർ റൂമിലുണ്ട്. വേണ്ടവർക്ക് അത് ബാഗായിട്ടോ ഇത്ര ചാക്കോ കാര്യങ്ങളോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതേപോലെ തന്നെ കളറ് ചേർത്ത് വരുന്ന സ്റ്റോൺസ് ഉണ്ട്. അത് പെയിൻറ് ചെയ്ത് വരുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോൺസ് കളർ ചെയ്ത്, അതുപോലെ പോളിഷ് ചെയ്ത് വരുന്നുണ്ട്. ഇത് ഗ്ലാസ് പെബിൾസ് ആണ്. അങ്ങനെ പോളിഷ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ ഇതെല്ലാം നമുക്ക് ഈ ഫിഷ് ടാങ്കിൽ, കോട്ടിയാടിൽ, ഇൻഡോർ, അതേപോലെ തന്നെ ചെടിച്ചട്ടികൾ, ടീപ്പോയി, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റോൺസുകളാണ് ഇങ്ങനെയുള്ള പെബിൾസ് എന്ന് പറയുന്നത്. വിവിധതരം ഉപയോഗങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം ഗാർഡൻ സെറ്റ് ചെയ്യാം, നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഉപയോഗിക്കാം, അതേപോലെ ഔട്ട്ഡോർ, വീടിൻ്റെ പല കോർണറുകളിൽ, അതുപോലെ തന്നെ ഈ നമ്മുടെ പുല്ലിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഭംഗി കിട്ടാനൊക്കെ കൊടുക്കുന്നതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഗ്ലാസ് പെബിൾസും എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ്, പെബിൾസ് എല്ലാം ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി ശേഖരങ്ങൾ വരുന്നുണ്ട്. ഇത് നമുക്ക് നാച്ചുറൽ സ്റ്റോണിനകത്ത് വരുന്നതാണ്. കാണുമ്പോൾ നമുക്ക് തനിയായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ പക്ക സ്റ്റോൺ തന്നെയാണ്. ആന്ധ്രയിൽ നിന്ന് വരുന്ന സ്റ്റോണുകളാണ്. ഇത് ശരിക്കും നമ്മൾ കൂടുതലായിട്ട് പ്രയർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സാധനമാണിത്. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ഇന്റീരിയർ കോട്ടിയാട്ടിനകത്ത് ഫൗണ്ടൻ ചെയ്യുന്നവരുണ്ട്, വാട്ടർ ഫൗണ്ടൻ ചെയ്യുന്നവരുണ്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ഈ സ്റ്റോണുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റീരിയർ കൊടുക്കുന്നവരുമുണ്ട്. നമുക്ക് ഡാർക്കായിട്ട് നിൽക്കുന്ന പില്ലർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കൂടുതലും പോകുന്നത് വാട്ടർ ഫൗണ്ടൻ ചെയ്യുന്നതിനേക്കാൾ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സാധനം പോകുന്നത്. ഇതും ആന്ധ്ര സ്റ്റോണിനകത്ത് വരുന്ന സാധനം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ വിരിച്ചിരിക്കുന്ന സ്റ്റോൺ എന്ന് പറയുന്നത് കടപ്പ സ്റ്റോൺ എന്ന് പറയും. കടപ്പ ബ്ലാക്ക് നമുക്ക് മുറ്റത്ത് വിരിക്കുന്ന സ്റ്റോണുകളാണ്. ആന്ധ്ര കടപ്പയിൽ വരുന്ന സ്റ്റോണുകളാണ്. പിന്നെ സ്ക്വയർ ഫീറ്റ് നമുക്ക് കണ്ടിന്യൂ വരുന്നത് 75 രൂപ per സ്ക്വയർ ഫീറ്റ് ആണ്. നേരത്തെ നമുക്ക് ഹാൻഡ് കട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഹാൻഡ് കട്ട് ചിപ്പായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് എല്ലാം വരുന്നത് നമുക്ക് മെഷീൻ കട്ട് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ. ഇത് നമുക്ക് നേരത്തെ വന്ന സ്റ്റോണാണ്, അതുകൊണ്ടാണ് ഈ ഹാൻഡ് കട്ട് വരുന്നത്. ഇപ്പൊ നമുക്കെല്ലാം മെഷീൻ കട്ട് സ്റ്റോണുകൾ, അത് കാണിക്കാം, ഗോഡൗണിൽ ഇരിപ്പുണ്ട്, അത് കാണിക്കാം. ഈ സ്റ്റോൺ എന്ന് പറയുന്നത് കാവേരി എന്ന് വരുന്ന സ്റ്റോണുകളാണ്. നമുക്ക് ഗാർഡനകത്ത് ഇതുപോലെ തന്നെ വെച്ച് സെറ്റ് ചെയ്യാവുന്ന ഗാർഡൻ സ്റ്റോണുകളാണ്. ഈ അടുത്ത സ്റ്റോൺ എന്ന് പറയുന്നത് ബാംഗ്ലൂർ സ്റ്റോണിന്റെ തന്നെ ഹാഫ് കട്ട് ഫ്ലെയിംഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റോൺ വേണമെങ്കിൽ മൊത്തത്തിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ സ്റ്റോൺ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ കൊടുക്കും. പിന്നെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ തന്നെ വേറൊരു വെറൈറ്റി കൂടെ ഉണ്ട്, ബാംഗ്ലൂർ സ്റ്റോൺ നാച്ചുറൽ ഫിനിഷ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനം എന്ന് പറയുന്നത് ബാംഗ്ലൂർ സ്റ്റോണിന്റെ നാച്ചുറൽ ഫിനിഷ് ആണ്. 4-5 കനം വരും. സർഫസ് ഇതുപോലെ ആയിരിക്കില്ല, പക്ക നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും. അത് നമ്മൾ പുറത്ത് താഴെ ചെയ്തിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പറഞ്ഞത് ബാംഗ്ലൂർ സ്റ്റോണിന്റെ തന്നെ നാച്ചുറൽ ഫിനിഷ്. ഫ്ലെയിംഡ് അല്ല, ഇതിന്റെ സർഫസ് വരുന്നത് പക്ക നാച്ചുറൽ ഫിനിഷിലായിരിക്കും വരുന്നത്. ഫ്ലെയിംഡ് എന്ന് പറയുന്നത് കറക്റ്റ് ലെവലായിരിക്കും. ഇത് പക്ക നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ് ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ പല സൈസുകൾ വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 3x1 സൈസാണ്. ഇതിന്റെ തന്നെ 2x1 ഉണ്ട്, 1x1 ഉണ്ട്, 2x2, 3x2, ഏത് സൈസ് വെള്ളം നമുക്ക് അവൈലബിൾ ആണ്. ഏത് സ്റ്റോൺ വെള്ളം ഞങ്ങൾ വെച്ച് തരും, നമുക്ക് ഏത് വെള്ളം ചെയ്ത് തരും. ഇതാണ് നമ്മൾ പറഞ്ഞ കടപ്പ സ്റ്റോൺ. നമുക്ക് കുറവുള്ളിരിക്കുന്ന ഐറ്റമാണ്. ഇതിന്റെ ലെവൽ ഇത് സൈസ് വരുന്നത് 2x2 സൈസാണ്.
ഇതിന്റെ എഡ്ജ് നോക്കിയാൽ അറിയാം നമ്മൾ അവിടെ ഇട്ടിരിക്കുന്നത് ഹാൻഡ് കട്ടായിരുന്നു. പക്ഷെ ഇതിപ്പം നമ്മൾ ഫുൾ ആയിട്ട് എല്ലാം മെഷീൻ കട്ടാണ്. ഇപ്പൊ എല്ലാ സ്പൂണുകളും മെഷീൻ കട്ടായിട്ടാണ് ഹാൻഡ് കട്ട് നമുക്ക് വരുന്നില്ല. ഇതാണ് കടപ്പാ സ്റ്റോൺ. ഇത് നമുക്ക് മുറ്റത്ത് ലേ ചെയ്യാം. സ്റ്റെപ്പ് വേണമെങ്കിൽ കന കുറഞ്ഞ പീസ് ഉണ്ട്, അതിന് വേറെ സാധനങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പയിലിടാം. ഇതാണ് യഥാർത്ഥ കടപ്പാ സ്റ്റോൺ എന്ന് കടപ്പാ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇതാണ് ബാംഗ്ലൂർ സ്റ്റോണിന്റെ നാച്ചുറൽ ഫിനിഷ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഗോഡൗണിൽ ഇരിക്കുന്നതാണ്. നമുക്ക് മുറ്റത്ത് ലേ ചെയ്യാവുന്നതാണ്. ഇതിന്റെ പല സൈസുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ 3x1 സൈസ്, പിന്നെ 2x1 ഉണ്ട്, 2x2 ഉണ്ട്, 3x1, 3x2 ഏത് സൈസ് വേണം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ പിന്നെ നമുക്ക് മുറ്റത്ത് ലോങ് ലൈഫ് ആണ്. എങ്ങനെ ഏത് വണ്ടി കയറിയാലും പ്രശ്നമില്ല. ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് പോകുന്നതും ഈ പറഞ്ഞ ബാംഗ്ലൂർ സ്റ്റോണുകൾ തന്നെയാണ്. ഇനി നമ്മൾ കാണുന്നത് താണ്ടൂർ ഗ്രേഡ് തന്നെ ഇന്റീരിയർ ആയിട്ട് ചെയ്യുന്ന താണ്ടൂർ ലെതർ ഫിനിഷ് എന്ന് പറയും. താണ്ടൂർ ഗ്രേ ലെതർ ഫിനിഷ്. ഇത് സർഫസ് നോക്കുമ്പോൾ അറിയാം, നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇത് നമുക്ക് സ്റ്റെപ്പേ കൊടുക്കാം. അതുപോലെ ഫുൾ ഇന്റീരിയർ ആയിട്ട് വീടുകളിൽ ഫുൾ ഉള്ളിൽ മൊത്തമായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിന്റെ ലെതർ ഫിനിഷ് എന്ന് പറയും ഇതിന്റെ ഈ സർഫസ് വരുന്നത്. ഇതിന്റെ തന്നെ വേറൊരു കളറും ഉണ്ട്. ഇതിപ്പോ താണ്ടൂർ ഗ്രേ ആണ്. ഇതിന്റെ തന്നെ ഒരു ഐവറി ഷെയ്ഡ് വേറെ വരുന്നുണ്ട്. അത് നമുക്ക് അപ്പുറത്ത് കാണിക്കും. ഇതാണ് നമ്മൾ കണ്ട ബാംഗ്ലൂർ സ്റ്റോണിന്റെ ഫ്ലെയിംഡ് സ്റ്റോൺ. ഒരേ ലെവലായിരിക്കും ഇതിന്റെ സർഫസ് വരുന്നത്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം. ഇതാണ് ഫ്ലെയിംഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് നമുക്ക് സ്റ്റോൺ ആയിട്ട് ചെയ്യണമെങ്കിൽ സ്റ്റോൺ ആയിട്ട് തരാം. ഇത് മൊത്തം ലേ ചെയ്ത് ഈ ഗ്രാസ് വെച്ച് തരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇങ്ങനെ വെള്ളം ചെയ്ത് തരാം. 2 ഇഞ്ച് കനത്തിലായിരിക്കും ഇത് വരുന്നത്. ഇതിന്റെ കനം എല്ലാം 2 ഇഞ്ചായിരിക്കും. ഇതാണ് നമ്മൾ ഇന്റീരിയറിന്റെ താണ്ടൂർ ഗ്രേയുടെ തന്നെ ലെതർ ഫിനിഷിന്റെ വേറൊരു കളർ. ഇത് താണ്ടൂർ യെല്ലോ എന്ന് പറയും. ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഫുള്ള് ഇന്റീരിയർ ചെയ്യുന്നവരുണ്ട്. സ്റ്റെപ്പ്, കോട്ടിയാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിത്ത് ഗ്രാസ് വെച്ച് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. താണ്ടൂർ യെല്ലോ ലെതർ ഫിനിഷ് എന്ന് പറയും. പിന്നെ നമ്മൾ നിൽക്കുന്നത് പോണ്ടിച്ചേരി പിബിള്. സാധാരണ നമ്മുടെ ചരല്, നമ്മുടെ നാട്ടിലെ ചരലല്ല, പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതൊന്നും കിട്ടാനില്ല. പോണ്ടിച്ചേരിയിൽ നിന്ന് വരുന്നതാണ്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. ടണ്ണിന് നമുക്ക് പല റേറ്റിൽ, പല ലോഡ് വരുമ്പോൾ പല റേറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് സൈസിന്റെ മിക്സർ ആയിട്ടുള്ള സ്റ്റോണുകളാണ് കിടക്കുന്നത്. നമ്മൾ കിലോയ്ക്ക് വെള്ളം, ടണ്ണിന് വെള്ളം, എങ്ങനെ വെള്ളം നമ്മൾ സപ്ലൈ ചെയ്യും. നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഇത്. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നതാണ്. പലരും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ വിരിച്ചിട്ട് അതിന്റെ ഗ്യാപ്പിൽ കൂടെ ഇടയ്ക്ക് വിരിക്കുന്നുണ്ട്. മുറ്റത്ത് ഫുള്ളായിട്ട് വിരിക്കുന്നവരുണ്ട്. പിന്നെ തന്നെ പല സൈസുകളും. ചിലപ്പോൾ ഇച്ചിരൂടെ അടുത്ത ലോഡ് വരുമ്പോൾ ചിലപ്പോൾ ചെറിയ സൈസ് ആയിരിക്കും, ചിലപ്പോൾ ഇച്ചിരി വലിപ്പമായിരിക്കും. അങ്ങനെ മിക്സർ ആയിട്ടായിരിക്കും നമുക്ക് എന്താണെന്ന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ചവിട്ടി നടക്കാൻ പറ്റുന്ന സൈസിലുള്ള വലിപ്പത്തിലായിരിക്കും നമ്മൾ സാധനം ഇറക്കുന്നത്. ഇത് നമുക്ക് രാജസ്ഥാൻ സാൻഡ്സ്റ്റോൺ എന്ന് പറയും. നമുക്ക് ഏകദേശം MRP 145 രൂപ വിലയുള്ള ഐറ്റംസ് ആണ്. ഇതിന്റെ പല ഡിസൈൻ ഉണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റ് ബാർ ഉണ്ട്, ഫിഷ് പാറ്റേൺ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഏകദേശം 145 രൂപ റേറ്റ് MRP ആയിരുന്നു. നമ്മളിപ്പോൾ ഡിസ്കൗണ്ട് ഓഫർ റേറ്റ് ഇട്ടിരിക്കുകയാണ്. സ്ക്വയർ ഫീറ്റ് 85 രൂപ മുതൽ നമുക്ക് ഈ സാധനം സപ്ലൈ ചെയ്യാം. ഇത് നല്ല ഇന്റീരിയർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ വാളൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കുന്നതാണ്. നമുക്ക് കുറേ ഐറ്റംസ് ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മളത് വിറ്റ് തീർക്കുകയാണ്. ഡിസ്കൗണ്ട് റേറ്റ് വരുന്നത് ഇപ്പോൾ അല്ലേ? 85 രൂപ ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ ചെയ്ത് തീർക്കും. MRP നമുക്ക് 145 രൂപ വരെ ഉണ്ടായിരുന്നതാണ്. ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുക. ഇന്റീരിയറിൽ തൂക്കാവുന്ന പ്ലാന്റുകളുടെ ഒരു വെറൈറ്റി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് കസ്റ്റമൈസ് ചെയ്തും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ ഈ പോട്ടുകളൊക്കെ കണ്ടോ, ഇവിടെ പ്ലാന്റ്സിന് വേണ്ട പോട്ടുകളുടെ ഒരു ശേഖരം വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ഒരു മനോഹരമായ ഡിസൈൻ അവർ ചെയ്തിരിക്കുന്നത് ഗാർഡൻ്റെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നല്ല ഭംഗിക്ക് അത് ചെയ്തിട്ടുണ്ട്. ഒരു കുളവും അതിന് ഒരു ബ്രിഡ്ജും ബാക്കി നല്ല പച്ചപ്പ് വരുന്ന രീതിയിൽ അവിടെ ഇണക്കിയിരിക്കുന്ന ഒരു ഗാർഡനാണ്. അപ്പോൾ അങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊരു നല്ല ഉരുളൻ കല്ലും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യക്കാർക്ക് വേണ്ടവർക്ക് അതൊരു മാതൃകയാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. വിശ്വാസ് സ്റ്റോൺ മാക്സിലെ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിക്കുക. നിങ്ങൾക്ക് സ്റ്റോൺസോ അല്ലെങ്കിൽ പെബിൾസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയിട്ട് എത്താവുന്ന പ്രതീക്ഷയോടുകൂടി താൽക്കാലികമായി സൈൻ ഓഫ്.